നമസ്കാരം. യുക്രൈനുമായുള്ള സംഘർഷ സാഹചര്യങ്ങൾ കനക്കുന്നതിനിടയിൽ ആണവ നയത്തിൽ വരുത്തിയ പരിഷ്കരണങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യക്കെതിരെയുള്ള ഏതു വിധത്തിലുള്ള ആക്രമണങ്ങളെയും ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടി നൽകുവാൻ പുതുക്കിയ നയരേഖ രാജ്യത്തെ അനുവദിക്കുന്നുണ്ട്. റഷ്യക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്ന ആണവ നയം. യുക്രൈനും യുക്രൈനെ പിന്തുണയ്ക്കുന്ന US അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന നയമാണിത്. അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറെ വെല്ലുവിളികളും ആശങ്കയും ഉണർത്തുന്നതാണ് റഷ്യയുടെ പുതിയ ആണവ നയം. ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണങ്ങൾ സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടും. അതിനാൽ തന്നെ ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യയെ ആക്രമിക്കുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണമായാണ് റഷ്യ പരിഗണിക്കുന്നതെന്നും യുക്രൈനും അവരുടെ പാശ്ചാത്യ പിന്തുണക്കാർക്കുമുള്ള മറുപടിയാണിതെന്നും റഷ്യ വ്യക്തമാക്കുന്നു. സഖ്യകക്ഷികളിൽ നിന്നും വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ആണവ നയം പരിഷ്കരിക്കേണ്ടതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരുന്നു. നൂതന പാശ്ചാത്യ ആയുധ പ്രയോഗത്താൽ റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക ആക്രമണം നടത്താൻ യുക്രൈനെ പിന്തുണയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കാനേ കാരണമായി തീരൂ. അത് റഷ്യയുമായി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നും പുടിൻ സൂചന നൽകുകയും ചെയ്തിരുന്നു. യുക്രൈന് റഷ്യക്കുള്ളിൽ ആക്രമണം തൊടുക്കാൻ US നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് വ്ളാഡിമിർ പുടിൻ ആണവ നയ പരിഷ്കരണത്തിന് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. യുക്രൈനിൽ നിന്നുമുള്ള വ്യോമാക്രമണം കടുത്തതോടെ അതിനെതിരെ ആണവായുധ പ്രയോഗം നടത്തുമെന്ന് ഒരു മാസം മുമ്പ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. UK നൽകിയ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് പോലും യുക്രൈൻ ആക്രമണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് ആണവ നയ പരിഷ്കരണം സാധ്യമാക്കിയിരിക്കുന്നത്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ വാക്കുകൾ പ്രകാരം അങ്ങേയറ്റം കഠിനമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട അഥവാ പ്രതിരോധത്തിനുള്ള അവസാന മാർഗമായി മാത്രമാണ് ആണവായുധങ്ങളെ റഷ്യ കണ്ടിരുന്നത്. എന്നാൽ രാജ്യത്തിന്റെ തത്വങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതാണ് ആണവ നയ പരിഷ്കരണത്തിലേക്ക് നയിച്ചതെന്നും ദിമിത്രി പെസ്കോവ് പറയുകയുണ്ടായി. റഷ്യക്കെതിരെ ബാഹ്യാക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതികാര നടപടിയായി ആണവായുധങ്ങളുടെ ഉപയോഗം വിപുലീകരിക്കാൻ പുതുക്കിയ നയം വഴി തുറക്കും. ഇതോടെ ഡ്രോൺ, വ്യോമാക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ ഏതാക്രമണത്തിനുമെതിരായി റഷ്യ ആണവായുധങ്ങൾ രംഗത്തിറക്കാനാണ് സാധ്യത. ആണവ നയം പരിഷ്കരിച്ചുള്ള റഷ്യയുടെ പുതുനയം നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുടെ മൂർധന്യാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ല. അതേസമയം റഷ്യയുടെ ഈ പുതിയ നീക്കത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഭയാശങ്കകൾ ലോകരാജ്യങ്ങളിൽ നിന്നും ഉയരുന്നുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.